ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിതാ വീണ്ടും ഇവിടെ വാടാ. അപ്പോ ഇവിടെ ആരാ എന്റെ പുതിയ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല, പഴയ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും അറിയുവനെ. രഞ്ജഷൻ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല ആ ഗ്യാങ്ങില്, പിന്നെ വന്നതാണല്ലേ ഞാൻ. അയ്യോ ഉണ്ടാ വലിഞ്ഞു കയറി വന്നിട്ട് ഇപ്പൊ ഇതിനൊക്കെ തട്ടി. ഇപ്പൊ പെൺകുട്ടികളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ ശരി. അപ്പൊ ഡെമ്മീനെ വരെ ഇവിടെ ലൈൻ കേൾക്കണ്ട ഗൈസ്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അല്ല ഞാൻ പറയുന്നു, ഞാൻ സിംഗിൾ ആണെന്നിട്ട് ഇങ്ങനെ എന്നാലും ഞാൻ ഇപ്പൊ പറയുന്നു. അപ്പൊ നമ്മള് അനീഷന്റെ ഇടയ്ക്ക് എനിക്കൊരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. ആളെ കാണാനില്ല, പക്ഷെ ഇവ ഉണ്ടായിരുന്നു ഇവിടെ കയറി വന്നപ്പോ. നീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷയുടെ ഫോട്ടോ എടുക്കാൻ. പിന്നെ ഫോട്ടോഗ്രാഫർ ആണോ, അപ്പൊ നന്നായി ഫോട്ടോ ഒക്കെ എടുക്കും. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. പെൺകുട്ടികളെ അയക്കണ്ട, പെൺകുട്ടികളെ ചേട്ടന്മാരെ അയച്ചാൽ മതി. ഒരാൾ കൂടി ഉണ്ട്. അമ്മ, അയ്യോ അമ്മ ഇവിടെ. അമ്മ ഹൈ പറ. എന്നെ കാണണ്ടാ? അമ്മയ്ക്ക് കുറവിളിക്ക് ഗൈസ്, അതിന്റെ ക്ഷീണത്തിലാണ് എൻ്റെ അമ്മ. അല്ല അമ്മ, വേദനയുണ്ടാ? ഉണ്ടല്ലേ. നമ്മള് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കുറച്ച്. അപ്പം അനീഷയുടെ വന്നിട്ട് ഡ്രസ്സൊക്കെ കാണിച്ചു തരട്ടെ. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും പിന്നെ പർച്ചേസിങ് പോകണതൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, വന്നു കഴിഞ്ഞാൽ ഞാൻ മോളുടെ അടുത്തേക്ക് പോകണം നിർബന്ധം തോന്നുന്നുണ്ട്. അയ്യോ കട്ട് ചെയ്തു. അയ്യോ ചമ്മിയമ്മ അമ്മ തട്ടിയെടുത്താ. ഞാൻ അവിടെ നിന്നാണ്ട് ഗൈസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കുട്ടനല്ലൂരാണ് ഇവിടുത്തെ സ്ഥലം. അപ്പൊ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മോളുടെ അടുത്ത് പോകാണ്ട് ഉറക്കം വരില്ല. മൂത്ത മോളെ കണ്ടപ്പോ അനീഷയുടെ എവിടെ ഗൈസ് അങ്ങനെ മോളെ കാണാനായിട്ട്. അയ്യോ അയ്യോ നീ ഓടി. നിന്റെ ഈ ഭാവങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്, അഹംഭാവം. അമ്മേനെ എടുക്കാൻ അഞ്ജുനോട് എന്തൊക്കെ പെറുക്കുണ്ടല്ലോ. എപ്പോ കുട്ടനല്ലൂർ വന്നാലും മോളുടെ അടുത്തേക്ക് രണ്ട് സമാധാനം ഇല്ല. അതിന് ഞങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി എന്താ, ഞങ്ങൾ അനീഷന്റെ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി എന്താ, അല്ലാണ്ട് നിന്നെ കാണാൻ തന്നെ. അതെ പാകാവൂ. വന്ന് കറങ്ങും ഗൈസ്, എപ്പോഴും തല്ലോട്ട് തുടങ്ങി. അപ്പൊ ഗൈസ് എന്റെ ഹലോ, നിനക്ക് ദേഷ്യം വരണ്ടടി പറയടി. നിനക്ക് തല്ലാൻ 63 തല്ലടി. എന്റെ അമ്മയ്ക്ക് ഇവിടെ വയ്യ. എന്താ പനി ഒഴിച്ചല്ലാണ്ട് കുടുംബത്തിലെല്ലാവരും ഓരോ അസുഖങ്ങൾ കൂടി കൊണ്ടുവന്ന സമയത്തുണ്ട്. ആദ്യം കൊണ്ടുവന്ന് തന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ മുടിയനായ പുത്രവിപുലാണ്. അന്ന് പനി പിടിച്ചത്. ഞായറാഴ്ച പനി. അവ ഇതുവരെ ജോലിക്ക് വരെ പോയിട്ടില്ല, വയ്യ. പിന്നെ ആ പനി അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അവന്റെ അസുഖം മാറി. ഇനി അമ്മ അത് ചിലപ്പോ എന്റെ അമ്മയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നന്ദൂന്ന് കൊടുക്കും. ഓക്കെ ബൈ. കുടുംബത്തിന്ന് ഇവിടുന്ന് ആദ്യം തന്നെ ഓടിയായിരിക്കും നല്ലത് മാസ്ക് ഇട്ടിട്ട്. ഞാൻ മാസ്ക് ഇടുന്നതിന്റെ കാര്യങ്ങളൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ല. എന്താണ് നന്ദന മാസ്ക് ഇടുന്നത്? നമ്മളെ പോലുള്ള പനി രോഗികൾ എനിക്ക് പനി തരും ഗൈസ്. എനിക്ക് നാളെ കല്യാണം ഉള്ളതാ. കല്യാണം എന്താ ബിഗ് ബോസിനെ പറ്റി പറയാ നിനക്ക്? വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഇതാണ് ബിഗ് ബോസ്. അതെ. പിന്നെ ആരെയാണ് അതിൽ ഇഷ്ടം കൂടുതൽ? ഏറ്റവും ഇഷ്ടം അനീഷ്. ജിസയില് കുഴപ്പമില്ലല്ലേ? അനീഷിനെ അവളെ ഇമിറ്റേറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ചോദിക്കട്ടാ, ഞാൻ എന്തെങ്കിലും ചോദിക്കാം. ചേട്ടാ എനിക്ക് ഒരു ടവല് വേണമായിരുന്നു അവിടെ തുടയ്ക്കാനായിട്ട്. ചേട്ടാ ഒരു ടവലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എനിക്ക് പറയാറിയില്ല. നീ അമ്മ ചായ കുടിക്കാനുള്ള ഇവരിവിടെ എന്നെ ടാർഗറ്റ് ചെയ്യാണ് ബിഗ് ബോസ്. എന്തുണ്ടേലും ബിഗ് ബോസ്. അമ്മയ്ക്ക് അനീഷിന്റെ ചങ്കമ്മ. ബിഗ് ബോസ് അമ്മയ്ക്ക് ആരും ഇഷ്ടം ബിഗ് ബോസില്? വെള്ളം ആരും കണ്ടൂടാ. എന്നെ ഇഷ്ടല്ലേ ബിഗ് ബോസ്? എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമായത് ജിസേൽ അടിപൊളിയാ. ജിസയിലിന്റെ പേര് പറയാറേണ്ട. അങ്ങനെ എന്തോ തന്റെ എന്റെ കൂടെ അത് ഫുൾ ടൈം ഡാൻസും കാര്യങ്ങളൊക്കെയാ. അതിനിഷ്ട. പിന്നെ എനിക്കാരും ഇഷ്ടമാണ്. പിന്നെ ഞാൻ അത് കാണില്ല, ഇവിടെ അമ്മ കണ്ടില്ല. എന്നെ ബിഗ് ബോസ് സീസൺ 6 ഇഷ്ടം. എന്നെ സീസൺ 6 ഞാൻ വണ്ടി ജനിച്ചു നോക്കിയതാണ്. സീസൺ 6 നന്ദന ഇഷ്ടമല്ല. ഓക്കെ ബൈ ഗൈസ്. സത്യം പൊടി പൊടി. വിപുൽ ചേട്ടൻ അഞ്ജുന്റെ എല്ലാം ഓമന കുട്ടി. ഓമനെ വിപുൽ ചേട്ടൻ നോക്ക്, അല്ലെങ്കിൽ അഞ്ജു ഇരിക്കാണ് ഗൈസ്. എടുത്തു അഞ്ജുന്റെ അമ്മായിമ്മക്ക് വയ്യാണ്ട് പനിച്ചു കിടക്കാണ്. എന്താണ് അഞ്ജുന് 2 വാക്ക് പറയാനുള്ളേ? പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ട പനി. ഞാൻ മാസ്ക് ഇട്ട വേഗം. പനിച്ചിരിക്കണോ? എന്താണ് പ്രേക്ഷകരോട് പറയാ? പനിച്ച് ഇരിക്കല്ല, പനിച്ച് കിടക്കുക. ഡോക്ടറെ കാണിച്ചോ?
എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പുറത്തേക്കൊന്നും മഴയത്ത് ഇറങ്ങരുതെന്നല്ലേ? അല്ലേ? മഴ കൊണ്ടതാണോ? ചൊവ്വാഴ്ച എന്തൊരു മഴ പെയ്തോ ഇവിടെ. ചായ ഉണ്ടാക്കാണ് ഒരു പാവം പഞ്ച് കട്ടൻ കാപ്പിയാണോ? ഗൈസ് ഇന്നിവിടെ വന്നിട്ട് ഞങ്ങള് വരാണ്ട് മുമ്പ് ഇതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇവൾക്ക് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി കറക്റ്റ് എണ്ണത്തിന് വാങ്ങിച്ചിട്ട് വരുമ്പോ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കൊന്നും എനിക്ക് എന്റെ അമ്മയ്ക്ക് വേണ്ട നിന്റെ കടിയൊന്നും കഴിക്കാണ്ട് അവിടെ വെച്ചു നിട്ടത്. എന്തിന് ഞങ്ങക്ക് നിന്റെ കടിയൊന്നും വേണ്ട നാണല്ലാത്തോളെ. അല്ലാണ്ട് തന്നെ ഉണ്ടല്ലോ. വൃത്തിയോട് പറയണു വൃത്തിയോട് പറഞ്ഞു മ്ലേച്ഛമായ വർത്താനം കഴിച്ചു. ഇവിടെ എന്റെ അമ്മോട് ചോറേ കട്ടൻ കാപ്പി മതിയോന്നൊക്കെ. കഷ്ടം എന്റെ അമ്മ എത്ര പണി കുടിക്കാണ്ട് എന്റെ അമ്മേനെ നീ കട്ടൻ കാപ്പി ആക്കിയില്ലടി. വീട്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണ്ടല്ലോ, ഒരു ഫ്രിഡ്ജ് ഉണ്ട്, പക്ഷെ ആ ഫ്രിഡ്ജിൽ വെള്ളം വെക്കില്ല. വീട്ടിൽ വന്നാലോ രാവിലെ ചേട്ടൻ എങ്ങനെയാ പനിയായോണ്ടാണ് ഇങ്ങനെ അത് പല്ല് കേടാന്ന് പറഞ്ഞിട്ടാ. ഒരു സയൻസ് എനിക്ക് അറിഞ്ഞൂടാ. പല്ല് കട വെച്ച കുടിക്കും. അതെ, എന്ത് കുപ്പിനെങ്കിലും ഞങ്ങൾ ആ കുപ്പി തൊടില്ല. എന്നിട്ടോ വേറെ കുപ്പി എന്റെ കുപ്പി ഞാൻ തൊടും. നീ തൊട്ടോ? ഫ്രിഡ്ജിലൊന്നുമില്ല ഗൈസ്. എന്താല്ലേ എന്ത് കഷ്ടാ നോക്ക്. ഓ ഫ്രിഡ്ജ് തുറക്കാൻ പോണ്ടോ നോക്ക്, നോക്കി നിക്കണു. ഫ്രിഡ്ജിനുള്ള മിഠായികളാ നീ വരേണ്ടത് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തിന്നാണ് കളഞ്ഞോളൂ. സത്യം കണ്ട കണ്ട എനിക്ക് മിഠായി വേണ്ട, ഞാൻ ഷുഗർ ഡയറ്റാ. എന്റെ പിന്നീല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് നോക്കണം കഴിച്ചു. ഇവിടെ വെയിൻ മെഷീൻ ഉണ്ട്, അവളത് തരാൻ വേണ്ടി തരുന്നില്ല എനിക്ക്. ഞാൻ ഇവിടെ വന്നാലാണ് എൻ്റെ മുകളിൽ കയറിക്കുക. ഞാൻ വണ്ണം വെച്ച് വണ്ണം കുറഞ്ഞതൊക്കെ എൻ്റെ പരീക്ഷണങ്ങൾ അതിൻ്റെ ഉള്ളിലാണ്. തരാൻ പറഞ്ഞിട്ട് തരുന്നില്ല. കണ്ടില്ലേ ഇവള് സ്വഭാവം? കണ്ടില്ലേ ഇവള് ഇതൊന്നല്ല കഴിച്ചു. ഇല്ലാത്തോടത്ത് കാശം കൊടുത്ത് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾക്ക് കൊടുത്തു വിടണം. കണ്ടോ ഒരു അനിയത്തി ചേച്ചിമാരാകുമ്പോ അനിയത്തിക്ക് മോളെ നീ കൊണ്ടോ. ഞാനൊന്നും പറയണില്ല ഗൈസ്. കൊണ്ടോ യൂട്യൂബില് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിക്കണല്ലേ. ഇവൾക്ക് ഡ്രീം കേക്ക് വേണമെന്ന് പറയുമ്പോൾ ഡ്രീം കേക്ക് മേടിച്ചു. ബിരിയാണിക്ക് ആ ഈറ്റിംഗ് ചാലഞ്ചിന് എന്റെ പൈസ എന്നിട്ടോ ആ വീട് 10,000 വ്യൂസ്. എന്നിട്ടോ എനിക്ക് കിട്ടണതോ ഈ പൈസ ചെലവാക്കിയിട്ട് കുറിച്ച് കുറ്റം പറയില്ല നന്ദോ. നമ്മുടെ ആൾക്കാർ അത്രേ ഉള്ളൂ. കണ്ടുള്ളൂ അതല്ല ഞാൻ പറയണേ. ചിക്കനും പോർക്കിനും വെട്ടിട്ട് ജോഡി ഡ്രസ്, ജോഡി ഒരു ബ്ലൗസ് തുണിയെങ്കിലും. ബ്ലൗസ് തുണി മതി അല്ലേ? മേടിച്ചരാട്ടാ ഒരു ജോഡി ഡ്രസ്. ചോദിക്കുന്നുണ്ട് വീഡിയോയില് ഇവൾക്ക് ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞു. ഇവളാണ് അന്നത്തെ ചലഞ്ച് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഫസ്റ്റ് ജയിക്കുന്ന ആൾക്കാർക്ക് ഡ്രീം കേക്ക് വേണം. ഞാൻ കഴിച്ചില്ല. ജയിച്ചതാരായിരുന്നു അന്നത്തെ ടാസ്കില്? ശരിക്കും ഡ്രീം കേക്ക് ആർക്ക് വേണ്ടേ? ജയിച്ചതാരായിരുന്നു? അന്നാ ഞാൻ കാര്യം പറയട്ടെ, ബിരിയാണി ചാലഞ്ചില് കാശാർക്കാ കിട്ടണ്ട്. എനിക്ക് ഫോട്ടോ ചാറ്റ് കവരണ്ടി തന്നില്ലത്. ഇവിടെ തണുത്തിരിക്കുന്നത് ഈ സോഡ മാത്രമേ ഉള്ളൂ. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ അതിലൊരു ഉപ്പിടാൻ പറഞ്ഞപ്പോ തരാണ്ടിരിക്കാൻ നോക്ക്. കുറച്ച് ഉപ്പിട്ട് തരുമോ? എന്റെ കൈക്കോതില്ലേ? കയ്യിൽ ക്യാമറ പിടിക്കുക. എന്റെ കൈ ചെയ്യുന്ന വളയെ കുരു പോവും. എന്റെ കൈ ചെയ്യും ഇതേതാന്നുള്ളത് മോളത് ഇതാക്കി താടി കുടിക്കട്ടെ കൈസ്. എന്നിട്ട് വേണമെങ്കിൽ അനീഷന്റെ അടുത്ത് പോയിട്ട് എന്റെ ഡ്രസ്സ് മേടിച്ചിട്ട് വരാം. ആളവിടെ ഇല്ല. വണ്ടിക്കാർക്കൊന്നും പോവാനായിട്ട് ഇവിടെ സ്ഥലം കൊടുക്കുന്നില്ല. കണ്ട സ്വന്തം വണ്ടി വെച്ചേക്കാണ്. നേരിടെ കെട്ടിടി ലോറി ചേട്ടൻ പാവം ആള് ഇവിടെ വണ്ടിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. എന്തഞ്ചുങ്ങനെ ചേട്ടനെടുത്തില്ല ചേട്ടൻ പൊക്കോ. മറ്റുള്ള വണ്ടിക്കാർക്കൊക്കെ പോട്ടെ. കണ്ട അത് നിന്റെ വണ്ടി കറക്റ്റ് അതൊന്ന് തട്ടിയനെ. അതല്ല ഇവിടെ ആ ചേട്ടനെ കൊണ്ട് എല്ലാ സ്ക്രാച്ചും പണിയിപ്പിക്കുന്നത്. ഇവളുടെ വണ്ടിയാണ് എന്റെ വണ്ടിയാണ് ഡിയോ. ഞാനാണ് ആദ്യം വണ്ടി എടുത്തത്, അതിനുശേഷമാണ് ഇവളെടുത്തത്. ആദ്യം ലൈസൻസ് എടുത്തത് ഞാനാണ്, അതിനുശേഷമാണ് ഇവളെടുത്തത്. മൂത്തത് ഇവളായാലും എല്ലാം ചെയ്യുന്നത് ഞാനാണ് അല്ലേ? കറക്റ്റാ. പിള്ളേരുകളായിരിക്കും ആർത്തി മൂത്രീന് ആർത്തി മൂത്തത് ഒടിച്ച് മറക്കാൻ നോക്കിയതാ, കിട്ടിയില്ല. അത് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഓണക്കല്ലേ വരണേ, മൂക്കിലേക്ക് ഉറുമ്പ് കയറി പോകും. ഉറുമ്പ് കടിച്ചിട്ടുണ്ട്. ആ റോസ് നോക്ക് ചെറിയ മുട്ട ചെമ്പരത്തി സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ചെമ്പരത്തി അഞ്ചോട് തലക്കി വെക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാനാ. ഈ കളറാ ഉറുമ്പൊക്കെ അടിക്കണ്ടേ? ഉറുമ്പല്ലത് റോസാകുമ്പോ മുള്ളു. ഇത് റോസാകുമ്പോ
ഇതിന്മേ തട്ടിയതെന്തനെ ഇതുമേ തട്ടിടി. ഇതാ മറ്റേ വയലറ്റ് പോയി മുട്ട് ആ വലിയ ഒരു ഇങ്ങനെ നിൽക്കണ അത് ഇത്ര വലുതാവുമ്പോ ചെറുതാവുമ്പോണ്ടാവോ? ഓന്റെ അമ്മ ഇത് പൊട്ടാ പൊട്ടെ. ഒട്ട് ഇതാണ് അവളുടെ പൂന്തോട്ടം. ഹോം ടൂർ ഞാൻ പിന്നീട് കാണിക്കാം. ചായ തളച്ചു പോയി തോന്നുന്നുണ്ട്. കളിക്ക് തന്നു കൈസ്. അങ്ങനെ 5 നിന്നൊക്കെ തരൂ. എന്റെ ആരത് ഇങ്ങനെ ഒരു ചുമ മതിയുള്ളതുകൊണ്ടോണം. ചുമ നിന്നെ പോലെ ക്യൂട്ട്നെസ് ഇടാൻ പറ്റും. ക്യൂട്ടസാ എന്നിട്ട് ക്യൂട്ട്നെസ് അങ്ങനെ ചുമിക്കാൻ പറ്റും. പറ്റും. നെഞ്ച് തല്ലി തന്നെ ചുമച്ച് ചോര ഛർദിക്കണം. സ്വന്തം അമ്മേനെ അമ്മായിമേനായിട്ടുള്ള പറയണേ. അയ്യോ അങ്ങനെ പാവതി വയ്യ. ഈ നേരത്തെ പയറുമണി പോലെ മുറ്റത്ത് നിൽക്കണ്ട ആളാ മുറ്റത്ത് അടിച്ചു വരാൻ. ഞാൻ 2 ദിവസമായിട്ട് അടിച്ചു. അതിന്റെ സങ്കടത്തിലാണ് ഗൈസ്. നമ്മൾ ഉപ്പ് സോഡ ഇങ്ങോട്ട് നോക്കാം. അമ്മയ്ക്ക് കൊടുക്കട്ടെ. ായാലും വട കഴിക്കാൻ സതിയ മോൾക്ക് ഉഷാറാണ്. നോക്കി മുക്കി തല്ലൂടാണോ? ഞാൻ പോട്ടെ അമ്മ വന്നിട്ടാ. ബൈ അഞ്ചു. ബൈ അഞ്ചു. ബൈ. ഞാൻ പോട്ടെ ഗൈസ്. എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ധാവണി കൊടുത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാണ്. 7 മണിയാകുമ്പോഴേക്കും എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് തന്നില്ലെങ്കിൽ ദക്ഷിണ ഞാൻ വലിച്ചു കീറും. എന്റെ ദക്ഷിണ എന്താ നിനക്ക് മറ്റേ പിള്ളേർ ഓടി പാവങ്ങള് മൊട്ടടിപ്പിക്കുന്ന ഞാനൊരു ബെറ്റൊക്കെ വെച്ചിട്ട് അനീഷയുടെ 7 മണിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നില്ലെങ്കിൽ 5 കൊണ്ട് മൊട്ടടിപ്പിക്കുന്നുള്ള. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ മക്കളെ. ഇവിടെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് കുറേ സാരി കളക്ഷൻസ് ഉണ്ട്. കണ്ടോ, ഇഷ്ടംപോലെ സാരി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് 2 കൊണ്ടുപോകാന്നൊക്കെ. അപ്പോൾ ഈ ഒരു കളർ എങ്ങനെയുണ്ട് ഗൈസ്? ഒരു റെഡ് ആൻഡ് ഗ്രീന്. അമ്മ ഈ വീഡിയോ കാണുമ്പോൾ ആവും ചിലപ്പോൾ ഞാൻ ഈ സാരി കൊടുക്കും. നിങ്ങൾക്ക് അറിയാം, ഞെട്ടിക്കട്ടെ. ഞാൻ അമ്മയുടെ മുഖത്തെ ഭാവങ്ങൾ ഞാൻ ഇതിലൂടെ കാണിക്കാം, വീഡിയോയിലൂടെ കാണിക്കാം. ഈ സാരി എങ്ങനെയുണ്ട്? കളർ നല്ല രസമുണ്ട് അല്ലേ? ഈ ഒരു കളറും വേറൊരു കളറും നോക്കണം. 2 സാരി കൊടുത്ത് അമ്മേനെ നമുക്ക് ഞെട്ടിക്കാൻ ഗൈസ്. അമ്മ അറിഞ്ഞിട്ടില്ല ഞാൻ സാരി എടുക്കുന്നുള്ളത്. എങ്ങനെ നമുക്ക് അമ്മയുടെ ഭാവം നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്താണ് ഇവൻ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത്? ഇവനാണ് സെലക്ട് ചെയ്യാൻ ആള്. നമ്മുടെ ജഷിനാണ് ഒരേ കളർ സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏതൊരു തലമ്പത്ത് ചേട്ടാ ഇതിനെത്ര ചേട്ടാ അണ്ണാച്ചി എത്രയെന്നൊക്കെ എനിക്ക് இந்த கலருக்கு ஏத்த எவ்வளவு இருக்கு சேட்டா? என்னடா தமிழ் பேசுடா എന്നൊക്കെ അല്ല. എന്നടാ 1 2 3 തമിഴ് എന്നടാ 1 2 ഇത് ബ്ലാക്ക്. ഇത് ബ്ലാക്ക് താ. വേണ്ടടാ പൊറുക്കി നോക്ക്. വൈറ്റ് എനിക്ക് പിടിക്കല. ഇതെല്ലാം നമ്മള് സെലക്ട് ചെയ്യട്ടെ ഗൈസ്. ഒരെണ്ണം സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ കൊറേ അപ്പൊ കൺഫ്യൂഷൻ ആയി. ഞാൻ ഈശോടെ വന്നിട്ട് ബാക്കി സെലക്ട് ചെയ്യിപ്പിക്കാം നമുക്ക് അല്ലേ? അതെ, കൺഫ്യൂഷനായി. അപ്പോ നമ്മള് സെലക്ട് ചെയ്തിട്ടുണ്ട്. അനീഷയുടെ അമ്മയ്ക്കുള്ള സാരി നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ എത്ര വട്ടം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണമെന്ന് അറിയാം. ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. അനീഷനോട് 10 സാരി ഇവിടെ നിന്ന് ഫുള്ള് കളിപ്പില്ല. അവിടെ ആള് എന്റെ അമ്മ. എന്തിനാന്നാ ഒന്നും അറിയാത്ത പോലെ ഒരാളിങ്ങനെ അഭിനയിക്കണാണുമ്പളേ. ജ്യോതിക സാരി ഒന്നും അങ്ങനത്തെ കൊടുക്കൊന്നുമില്ല എന്റെ അമ്മ. ഇതുപോലത്തെ നമ്മുടെ വേറെ സാരി ഉണ്ട്. ഇതുപോലത്തെ ടിഷ്യൂ സാരി മതിയാ. ഞാൻ അടുത്ത് പോരട്ടെ. ഇത് നോക്കിയത് എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ സെലക്ഷൻ. മെറൂണാലും ഇത് നിന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി ആയിരിക്കും ഇത്. ഉറപ്പാണ്. നോക്കിയാലോ? ഓപ്പൺ ചെയ്താലോ? ഓപ്പൺ കാണിച്ചു കൊടുത്തു ഞാൻ പ്രഷർക്ക്. അതെ, ഡയറക്റ്റ് പോയിട്ട് ചെയ്ത് കൊടുക്കുന്ന സാരി കേട്ടാ. തന്തലയുടെ അമ്മയ്ക്ക് എന്താ നാളായിട്ട് തന്തലയുടെ അമ്മയ്ക്ക് സാരി കൊടുക്കാന്ന് വെച്ചപ്പോ അവര് ഇവിടെ കുറച്ച് എന്താ പാർട്ടി വെയർ സാരികളെല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സാരികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് അമ്മ സത്യത്തിൽ അറിഞ്ഞിട്ടില്ല ഈ സാരിയുടെ കഥ. എന്നാലും അമ്മ ഞെട്ടും ഇത് വരുമ്പോഴേക്കും തോന്നുന്നുണ്ട്. ഇത് കണ്ട മറ്റുള്ള സാരി പ്രത്യേകതയാണ്. ഈ സാരി ഇങ്ങനെ പാക്ക് ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം ഹാൻഡ്ലൂം ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പൊ ആളുടെ അമ്മയ്ക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മുന്നേ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടാണ് ഞാൻ. എന്താ ചെയ്യാ, അമ്മയുടെ ഓരോ സെലക്ഷനും കറക്റ്റ് ആയിട്ട് അനീഷേട്ടൻ അറിയാം. എന്താ നോക്ക്. അപ്പൊ എന്തായാലും നമുക്ക് ഈ 2 സാരി കൊടുത്തിട്ട് അമ്മേനെ ഞെട്ടിക്കാം ഗൈസ് അല്ലേ? കാണണ്ട ഡിഷൻ എന്നെ അല്ലേ? മതിയോ? കറക്റ്റ് അല്ലേ? അവർ 2 നാൾ സാരി കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അടിയിലിടാം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അനീഷേട്ട് ഇത്ര നേരം എന്നെ ലേറ്റ് ആക്കിയതിന്. എന്തായാലും ഇനി ഒരു ഫ്രോക്കും കൂടി വരും. അതൊക്കെ ഇട്ടിട്ട് ഞാൻ നാളെ റീലിറക്കാം അല്ലേ? അനീഷ് ബാൽ എങ്ങോട്ട് നമ്മള് കമ്മലെടുക്കാൻ വന്നേക്കാണ് അല്ലേ അമ്മയ്ക്ക് ആ വണ്ടിയിലിരിക്കുന്ന ബ്ലാക്ക് സാരിയാണോ അറിയാണ്ട്. ബ്ലാക്ക് സാരി ഒന്നല്ല എടുക്ക് മോനെ. കമ്മലിന്റെ ഉഷാർ ഇതൊന്നല്ല ചെക്കൻ. എന്താ ഇതാണ് കേട്ടോ കമ്മല് തന്നെ വീരൻ എടുത്തതാ. യൂട്യൂബിലേക്കല്ല അമ്മ
ഞാൻ എന്റെ ഇഷ്ടമുള്ള ആളെ മനസ്സിൽ വിചാരിച്ചതൊന്ന് പിടിച്ചോക്കട്ടെ. ഇത് കേറണ്ടോ ഇല്ല എന്നൊക്കെ നമുക്ക് നോക്കാം. അതെ, കേറുണ്ട് കണ്ടാ. ഈ വീഡിയോ കാണുന്ന എന്റെ പാർട്ട്ണർക്ക് എനിക്ക് ഇത്ര ഇഷ്ടമുണ്ടെന്നൊക്കെ. അയ്യോ കേറുന്നില്ല, ഇത്ര കേറില്ല, നമുക്ക് അറിഞ്ഞു പോവോ? ഇത്രയല്ലേ ഉള്ളൂ സമാധാനം. അപ്പൊ ഞാൻ ഇത്ര കേറിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങി പോണോ പറയപ്പോ. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമുണ്ട് ഗൈസ്. അപ്പൊ നമ്മളിത് കൊണ്ടുപോവാണ്. ഇത് കൊണ്ടുപോകില്ല, മേടിച്ച സാധനം കൊണ്ടുപോവാണ്. ബൈ ബൈ. അങ്ങനെ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടി, പൊട്ടും കമ്മലൊക്കെ മേടിച്ചു. അല്ലമ്മേ, നമ്മള് വീട്ടിൽ പോവല്ലേ? നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം അല്ലേ മദർ? വീട്ടിൽ പോണായിട്ട് മുമ്പ് അമ്മ തട്ടുകടയിൽ നിന്ന് കാടമുട്ട തട്ടുന്ന സീനാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അതിന് കുത്തിക്കൊല്ലി മുട്ട കഴിഞ്ഞപ്പോൾ ബ്രെഡ് ഓംലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ. ബ്രെഡ് ഓംലേറ്റ് സഞ്ചാരം ഓർമ്മ കൂടി പറട്ടെ. സാപ്പിട്. അപ്പോൾ ഗൈസ് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വയ്യാണ്ടായി. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ തന്നെ പോയി. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്കേ പോയുള്ളൂ. അപ്പോൾ ഇന്നത്തെ അങ്ങനെ പോയി ഗൈസ്. നമ്മൾ ഉള്ളിലേക്ക് കയറട്ടെ കേട്ടോ. ഇവിടെ അയ്യോ തുറന്നോക്ക്, അവിടെ ഇരുന്ന് തുറന്നോക്ക്. ഞാൻ ചുരിദാറിന്റെ തുണിയാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഗൈസ്. അമ്മേനെ ഒന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ ദക്ഷിണേല നീഷേട്ടൻ്റെ അടുത്ത സാരികളാ അവിടെ തന്താ ആണോ? അങ്ങനെയുണ്ട് ഗൈസ്. അമ്മ ഇഷ്ടപ്പെട്ടാ? നോക്ക്, നല്ല ഭംഗിയുണ്ട്. ഞാൻ അവിടെ ചുരിദാറാന്ന്. ആഹാ ശരി. അതാ എങ്ങനെയുണ്ട്? ഇത് നോക്ക്, നോക്ക് കളർ എങ്ങനെയുണ്ട്? എപ്പോഴും പറയും സാരി നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. നിങ്ങളുടെ അമ്മ ഇഷ്ടമായാ? നന്നായിട്ടുണ്ട്. വിത്ത് ബ്ലൗസ് ഒക്കെ ഉണ്ടോ നോക്കി ചോദിക്കണു. അനീഷേട്ടൻ എന്താ? താങ്ക് യു സോ മച്ച് പറ. താങ്ക് യു പറ അനീഷേ. താങ്ക് യു ഇട്ട കുട്ടിയെ. എന്റെ അമ്മീ എന്റെ കഴിവോട് കൂട്ടിട്ട് അതിനുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? താങ്ക് യു. നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അമ്മയുടെ സാരികൾ നല്ല രസമുള്ള സാരികളാണ് ഗൈസ്. ഇതൊക്കെ ഉണ്ടോ? ബ്ലാക്കും അമ്മയ്ക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അനീഷേട്ടൻ പറയാം അമ്മയ്ക്ക് ബ്ലാക്ക് ഇഷ്ടമല്ലോ. എന്തായാലും താങ്ക് യു സോ മച്ച്. എൻ്റെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടനടി വരുന്നതായിരിക്കും അല്ലേ? അയ്യോ എന്താ ഇത് 10 കൈ അവിടെ. അപ്പൊ ഗൈസ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പറ മാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.